ോടുകൂടി കാത്തിരിക്കുന്ന ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ കാർണിവൽ ടാറ്റ IPL 2024 ജിയോ സിനിമയിൽ മലയാളത്തിൽ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയും കൊതിക്കുന്ന ഏതൊരു കളിക്കാരനും കൊതിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ആ കപ്പ് സ്വന്തം നാട്ടിലേക്ക് എത്താൻ, അതിൽ ഒരു മുത്തമിടാൻ. ആ ഒരു പോരിനായാണ് രാജാക്കന്മാർ കളത്തിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ആ അംഗം മുറുകുന്നതിന് മുന്നേ എന്താണ് ടാറ്റ IPL ഇതുവരെ? അതിലെ വീരന്മാരിലേക്ക്. പ്രതിഭകൾ പ്രതിഭാസങ്ങളാകുന്ന വേദി, ഇത് ചരിത്രം സൃഷ്ടിക്കപ്പെടുന്ന വേദി. വെൽക്കം ടു കൂൾ മാച്ച് സെന്റർ ലൈവ്. ഞാൻ രേണു, എനിക്കൊപ്പമുണ്ട് മുൻ ഇന്ത്യ എ താരം VA ജഗദീഷ്, അതുപോലെ മുൻ IPL താരം ജഗദീഷ്. 10 മാസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ അങ്കത്തട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്രത്തോളം എക്സൈറ്റ്മെന്റ് ലെവൽ എനിക്ക് അളക്കാൻ പറ്റും? എക്സൈറ്റ്മെന്റ് ഇന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള വരക്കമാണ് കിങ് കോഹ്ലി. കാത്തിരുന്ന് കാണാം. CSKയോടുള്ള ഒരു കുഞ്ഞു സ്നേഹം ഞാൻ അവിടെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അറിയാതെ നമുക്ക് ചില ആളുകളോട് ഇഷ്ടം വന്നു പോകും, ടീമുകളോട് ഇഷ്ടം വന്നു പോകും. അങ്ങനെ റൈഫി ഗോമസിന് എങ്ങോട്ടാണ് ഒരു ചായ്വ്? ഒരു സംശയമില്ല. ഒറ്റ വാക്ക് മാച്ചിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പറയും, മലയാളികൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരു പ്രത്യേക ഫിക്സ്ചർ കാണുമ്പോഴാണ്. എക്സൈറ്റ്മെന്റ് അവിടെയാണ് കൂടുന്നത്. RRന്റെ ഫിക്സ്ചേഴ്സ് അല്ലേ? പിന്നെ അതിൽ സഞ്ജു സാംസൺ ഇറങ്ങുന്നത് കാത്തിരിക്കുകയാണ് നമ്മൾ. 3ാമത്തെ സീസണാണ് ആ ടീമിനെ നയിക്കുന്നത്. അതും ആ ഒരു ടീമിനെ നയിക്കുക എന്ന് പറയുന്നത് കാമാൻ കൂളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മുഖഭാവം മതി, അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസിലുള്ള കഴിവ്. IPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു സാംസണിൻ്റെ ഇന്നിങ്സുകൾ കണ്ട അദ്ദേഹം ഉണ്ടാവും. മലയാളി ക്രിക്കറ്റ് പ്രേമി = സഞ്ജു സാംസൺ എന്നാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നാറുണ്ട് ഒരു പക്ഷേ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നത് നീല കുപ്പായക്കാരെയാണ്, മുംബൈ ഇന്ത്യൻസിനെയാണ്. ആണോ? ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നേരത്തെ CSKയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. മുംബൈ ഇന്ത്യൻസും എത്രത്തോളം ആ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചുള്ളത്. ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ കാണുന്ന രീതിയാണ് ഈ CSKയുടെയും മുംബൈ ഇന്ത്യൻസിൻ്റെയും. ബാക്കി ഫാൻസ് ചിലപ്പം ഒന്ന് ഇത് പറഞ്ഞാലും, പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസും ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ പയ്യൻ വിഷ്ണു വിനോദും കാണാം. മാത്രമല്ല ഹാർദിക് പാണ്ഡ്യയാണ് ഇത്തവണ മുംബൈ ഇന്ത്യൻസിന്റെ ലീഡ് ചെയ്യുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ പയ്യനിലേക്ക് വരികയാണ്. വിഷ്ണു വിനോദ് കഴിഞ്ഞ തവണ ആകെ 3 കളിയെ കളിച്ചുള്ളൂ, എങ്കിലും വന്യായ ഫോമിലാണ് ഇപ്പം നിൽക്കുന്നതല്ലേ? പിന്നെ കളിച്ച ആദ്യ മാച്ച് സെയിം നീല കുപ്പായത്തിലേക്ക് എത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ മിസ്റ്റർ റൈഫി ഗോമസ്, ഇന്നലെ ഇവിടെ ചില സംഭവ വികാസങ്ങൾ നടന്നതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ജഗദീഷ്, ഇന്നലെ ചില കാര്യങ്ങൾ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ നടന്നിരുന്നു. ജീവനും കൊണ്ട് ഓടിയ ഒരു കാഴ്ചയാണ് എനിക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. സ്റ്റുഡിയോയിലേക്ക് ഒരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ്, ആക്ടർ പാർവതി നായർ. പാറു, വെൽക്കം. താങ്ക് യു സോ മച്ച്. ഇന്നലെ എന്താണ് ഇവിടെ ഉണ്ടായത്? നമ്മളില്ലാന്ന് വെച്ച് പറ്റിക്കാൻ നോക്കുന്നോ? ഞങ്ങളുടെ പയ്യനെ പേടിപ്പിക്കുന്നോ? എന്താ സംഭവിച്ചേ? ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? അയ്യോ, ഞാൻ അവിടെ നിന്ന് ഓടിയതാണ്. ഇവിടെ നിന്ന് എനിക്ക് ഓടുന്നുണ്ട്, പക്ഷേ തൽക്കാലം പറ്റില്ല. നമ്മൾ തമ്മിൽ സ്റ്റൈലും ക്രിക്കറ്റേഴ്സിൻ്റെ സ്റ്റൈലും ഹെയർ സ്റ്റൈലും ഒക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ടിഫ് നമ്മൾ തമ്മിൽ, ബിക്കോസ് ഞാനൊരു ധോണി ഫാനാണ്, ബീങ് ഫ്രം ചെന്നൈ. പക്ഷേ ഇയാൾ വിരാട് കോഹ്ലിയാണ് ഏറ്റവും സ്റ്റൈലിഷ് എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു അടി ഉണ്ടായതാ. അല്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞോ? ഞാൻ ഈ വിരാട് ബിയേഡൊക്കെ ഈ ഇതൊക്കെ ചെയ്ത് വെക്കേണ്ട പാട് നമുക്ക് അത് കണ്ടിട്ടാണ് ഈ താടിയൊക്കെ വളർത്തി ഇങ്ങനെ വെച്ചേക്കുന്നത്. അതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ല. സത്യം പറ, നിങ്ങൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടല്ലേ എന്റെ താടി ഞാൻ വടിക്കത്തില്ല, ഇതിങ്ങനെ നീട്ടിയേ വെക്കത്തുള്ളൂ എന്നൊക്കെ തീരുമാനിച്ചു. ട്രെൻഡ് ആണല്ലോ. റൈഫി മാക്സിമം റൈഫിയുടെ പേര് പറയാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ മനഃപൂർവ്വം പറയായിരുന്നു. എന്തായാലും തകർന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇന്ന് 1 വർഷം കാത്തിരുന്ന ആ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് പോരിന് ഇറങ്ങുന്ന സമയത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ആരൊക്കെയാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത്? അത് രാജാക്കന്മാരാണ്. ആദ്യത്തെ കളിയിലേക്ക് CSK വേഴ്സസ് RCB. ചിലർ ചരിത്രം സൃഷ്ടിക്കുന്നു, ചിലർക്കായി ചരിത്രം വഴിമാറുന്നു, അങ്ങനെ വേണം പറയാനായിട്ട്. ഇന്ന് രാജാക്കന്മാർ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ജഗദീഷ്, ഞാൻ ചോദിക്കുകയാണ്, ഈ പോരിന് ഇനിയും മാറ്റുകൂട്ടാൻ പറ്റുമോ? CSK സമയത്തോളം അവരുടെ തട്ടകമാണ്, പക്ഷേ അവിടെ ജയിക്കാൻ വളരെ പാടാണ് കിങ് കോഹ്ലിക്കും ആൾക്കാർക്കും. ഇനി നമ്മൾ ആദ്യം ചെന്നൈയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞൊരു മാറ്റം ഉണ്ടായി. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, ഗെയ്ക്വാഡ് ക്യാപ്റ്റനായി വന്നിരിക്കുകയാണല്ലേ? പക്ഷേ എനിക്കൊന്നും നമ്മളിപ്പോഴാണ് അത് അറിയുന്നതെങ്കിലും ഇതിനു മുൻപ് തന്നെ ഒരുപാട് സമയങ്ങളായിട്ട് ഈ ഒരു മോൾഡിങ് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ധോണി അവരാ ഒരു നെക്സ്റ്റ് ക്യാപ്റ്റൻ ആരാണെന്നുള്ളൊരു ഫൈൻഡിങ് കഴിഞ്ഞ കുറച്ച് കാലം അതിശയകരമാണ്. അദ്ദേഹം ഓഫ് ദ ഫീൽഡിലും ഓൺ ദ ഫീൽഡിലും എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ കണ്ടത്. പലപ്പോഴും വേൾഡ് കപ്പ് നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന് മികച്ച തീരുമാനങ്ങളാണ്. അതൊരിക്കലും അത് പാഴായി പോകില്ല. ഒരുപക്ഷേ
ജഡേജയായിട്ടൊന്ന് കൊടുത്തു നോക്കിയതാണ് ഇടയ്ക്ക് ഒരു സീസൺ. പക്ഷേ അദ്ദേഹത്തിന് അത് അത്ര താല്പര്യമില്ലായിരുന്നു പൃഥ്വിരാജ് അതായത് തല അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇനി കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ റൈഫി, ഇത് സ്വന്തം മണ്ണിലാണ്, അതായത് ചെപ്പോക്കിലാണ്. അവിടെ അവർക്ക് പ്രതിരോധം വളരെ വലുതാണ്. അതായത് തകർക്കാൻ പറ്റാത്തൊരു കോട്ടയാണ് ചെപ്പോക്ക് ശരിക്കും CSKക്ക്. അവിടെ ചെന്ന് അവരുടെ മണ്ണിൽ 70% വിജയമായി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഈസിയർ അല്ലേ? അവരുടെ ആ ഒരു ഹോം ഗ്രൗണ്ടിലാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് CSK എടുത്തിരിക്കുന്നത്. ഒരു സമയത്ത് ആ ഒരു ചാമ്പ്യൻഷിപ്പിലേക്ക് പോകാത്ത സമയത്തും ഹോം ഗ്രൗണ്ടിലുള്ള അവരുടെ ആ ഒരു പെർസെൻറ്റേജ് കുറവായിരുന്നു, അവിടുത്തെ വിജയങ്ങൾ ചില സമയത്ത് കുറവായിരുന്നു. ഈ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ആദ്യത്തെ മാച്ചിനെ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതുപോലുള്ള ടൂർണമെൻറ്റിൽ പ്രത്യേകിച്ച് സ്റ്റാർട്ട് വളരെ അത്യാവശ്യമാണ്. പക്ഷേ അത് പറയുമ്പോൾ RCBയെ നമുക്ക് ഒരിക്കലും ചെറുതായിട്ട് കാണാൻ സാധിക്കില്ല. അവരും വലിയ ഒരു പ്രതീക്ഷയായിട്ടാണ് വരുന്നത് ഇത്തവണ. കാരണം വിമൻസ് പ്രീമിയർ ലീഗിൽ എന്ത് സംഭവിച്ചു നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ ഈ തവണ കപ്പ് എടുക്കണം എന്ന് പറഞ്ഞ് തന്നെയാണ് RCB വരുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ചെപ്പോക്കിൽ 8 തവണ ഏറ്റുമുട്ടിയപ്പോഴും 7 തവണയും പരാജയം രുചിച്ചവരാണ്. പാറു, ഞാൻ കേട്ടിട്ടുണ്ട് മഞ്ഞ നിറത്തോട് വല്ലാത്തൊരു ഇഷ്ടമാണ് ധോനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിരകളിലൂടെ അതിങ്ങനെ ഓടുകയാണ്, പുളകം കൊള്ളും എന്നൊക്കെ. സത്യമാണോ? സത്യമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് 2 ടീമും എൻ്റെ ഫേവറേറ്റ് ടീംസാണ്. ബിക്കോസ് ഞാൻ നേരത്തെ ബാംഗ്ലൂർ ലൈക്ക് ഹീസ് മൈ ഫേവറേറ്റ് പ്ലെയർ. ഐ തിങ്ക് ഹീസ് എ ലെജൻഡ്. ഞാൻ ധോണിയുടെ ഒരു വലിയ ഫാനാണ്. സോ ഡെഫിനറ്റ്ലി ചെന്നൈ ഏത് ഗെയിം കളിച്ചാലും എപ്പോഴാണെങ്കിലും however ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഐ ഹാവ് ടു വാച്ച് ഇറ്റ്. ഓഫ്, അതും ചെന്നൈ ധോനിയെ മാത്രം പറഞ്ഞാൽ മതിയോ? ചെന്നൈയുടെ സ്ക്വാഡിലോട്ട് പോവുകയാണെങ്കിൽ റൈഫി ഗോമസ് എന്താ പറയാനല്ലേ, ഒറ്റവാക്കെന്ന് ഞാൻ പറയില്ല, അങ്ങ് പറഞ്ഞു. അവരുടെ മുന്നോട്ടുള്ള മാച്ചുകളിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. മൈ 11 സർക്കിൾ ജീതോ ധനിലേക്ക് പോവുകയാണ്. ജിയോ സിനിമയിൽ മാത്രം മൈ 11 സർക്കിൾ അവതരിപ്പിച്ച, അങ്ങനെ വേണം പറയാനായിട്ട്. ഇനി നമ്മൾ കളിയിലേക്ക് തിരിച്ചു വരുമ്പോൾ RCBയുടെ സ്ക്വാഡിലേക്ക് ഞാനൊന്ന് പോകാനായിട്ട് പറയുകയാണ് VA ജഗദീഷിനോട്. പക്ഷേ കഴിഞ്ഞ സീസൺ മാച്ചസിലോട്ട് ഇത്തവണ നല്ല ചില കാര്യങ്ങളും കൂടി അവർ ചെയ്തിട്ടുണ്ട്. റൈഫി ആൻഡി ഫ്ലവറിനെ കൊണ്ടുവന്നിരിക്കുകയാണ് മുഖ്യ പരിശീലകനായിട്ട്. 16 വർഷമായിട്ട് വരണ്ട് കിടക്കുന്ന പോലെയാണ്. അതായത് ആ ട്രോഫി ക്യാബിനറ്റിൽ ഒന്നുമില്ല. ഇത്തവണ കൊണ്ടുവെക്കാനായിട്ട് പറ്റുമോ ഒരു ട്രോഫി? അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ആൻഡി ഫ്ലവർ വരുന്നത്, പ്രത്യേകിച്ച് ആ തന്ത്രങ്ങൾ മെനയുന്ന രീതിയും. ഇനി ഇന്നത്തെ ഇമ്പോർട്ടൻസ് വേറൊരു കാര്യത്തിലും കൂടിയാണ്. അതായത് ചരിത്രം സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച ഇന്നൊരാൾ കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. 12,000 റൺസ് തികയ്ക്കണം T20. അങ്ങനെ ആ 12,000 റൺസ് തികയ്ക്കാൻ ഇറക്കുന്ന ഒരാൾ നമ്മുടെ കിങ് കോഹ്ലി. ആ 18ാം നമ്പർ ജേഴ്സിക്കാരൻ കിരീടം അർഹിക്കുന്നുണ്ട്. എത്ര കാലമായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. എന്തൊരു ഫിറ്റാണ്, എന്തൊരു ബോൾഡാണ് അല്ലേ പാറു? ഡെഫിനറ്റ്ലി there's no doubt. നമ്മുടെ ഫുൾ കൺട്രി എടുത്താൽ വിരാട്ടാണ് ഒരു ഫാഷൻ ഐക്കോൺ. ബിക്കോസ് ഈസ് മെയിൻറ്റെയിൻഡ് ഹിസ് ലുക്സ് അത്രയും നന്നായിട്ട്. ഹെയർ സ്റ്റൈലും ബിയേർഡ് സ്റ്റൈലും അങ്ങനെയെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് യൂത്തൊക്കെ ഭയങ്കര ഇൻസ്പയർഡ് ആവുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. സോ യു നോ ദർ ഒരു സ്പെഷ്യൽ സോഫ്റ്റ് കോർണർ ഉണ്ട്. ബിക്കോസ് ലൈക്ക് ഹി ജസ്റ്റ് ഗോട്ടൻ ബെറ്റർ. ലൈക്ക് എന്നും ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം. ലുക്സ് ആണെങ്കിലും പേഴ്സണാലിറ്റി ആണെങ്കിലും ഓരോ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ ദ വേ ഹി ടോക്സ്, ദ വേ ഹി പെർഫോംസ്, ലൈക്ക് ഹീസ് ജസ്റ്റ് ഇൻ ഫോം ആൻഡ് ഇൻ ഗ്രേറ്റ് ഷേപ്പ്. അതുകൊണ്ട് പക്ഷേ ബിയേർഡിൻ്റെ കാര്യം ഇനി സമ്മതിച്ചെന്നേ പറ്റും, ഇത്രയും പറഞ്ഞത് കാരണം. വീണു ഇന്നലെ വെറുതെ ഉണ്ടാക്കിയ പേരെല്ലാം കളഞ്ഞില്ലേ പാറു? ഒറ്റയടിക്ക് ബിയേർഡ് സമ്മതിച്ചു. ഓക്കെ ആണല്ലോ. അദ്ദേഹം ഒരു കിരീടം തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ പറയുന്നത് ജഗുബായി എത്രത്തോളം നമുക്ക് ഉറച്ചു പറയാൻ പറ്റും? കാരണം ചെപ്പോക്കിന്റെ മണ്ണിലാണ് വിരാട് കോഹ്ലി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അഴകാണ്. അദ്ദേഹം കൊണ്ട് ഇറങ്ങുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്, ഇതൊക്കെ തന്നെയാണ് പുതിയൊരു താരത്തെ ക്രിക്കറ്റിലേക്ക് ഇറക്കുന്നെങ്കിൽ അതിൻ്റെ റോൾ മോഡൽ വിരാട് കോഹ്ലി തന്നെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാർട്സ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 237 മത്സരങ്ങളാണ്, 7000-ലധികം റൺസുകൾ നേടിയിരിക്കുന്നു, 7 സെഞ്ചുറികൾ അടിച്ചേക്കുന്ന, ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ചേക്കുന്ന താരം. ആ ഒരു സ്റ്റാർട്സ് മതി ഏതൊരു പയ്യനും ക്രിക്കറ്റിലേക്ക് ഇറങ്ങാൻ. അപ്പം ഇന്ന് കാര്യം പറയാനായിട്ടുണ്ട്. അദ്ദേഹം രാജാവാണ്, കോഹ്ലി രാജാവാണ്. പക്ഷേ രാജാക്കന്മാർക്കിടയിൽ ഒരു ചക്രവർത്തിയുണ്ട്. ഞാൻ പറയും ചെന്നൈയുടെ ദത്തുപുത്രൻ. എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചെപ്പോക്കിലെ മണ്ണിന് ഉടയോൻ ധോനി. 94 ദിവസങ്ങൾക്ക് ശേഷം ചെപ്പോക്കിന്റെ സ്വന്തം മണ്ണിലേക്ക് അവരുടെ തല എത്തുകയാണ്, ധോനി എത്തുകയാണ്. പാറു, എനിക്കൊരു സംശയം ചോദിക്കാനായിട്ടുണ്ട്. കളി ഭയങ്കര ഇഷ്ടമാണ്, ധോനിയെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഹെയർ സ്റ്റൈലിനോടാണ് അന്ന് തൊട്ട് തുടങ്ങിയ ക്രഷാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണോ? നോ, ഐ റിയലി തിങ്ക് എനിക്ക് ധോനിയുടെ പേഴ്സണാലിറ്റി ഭയങ്കര ഇഷ്ടമാണ്. അത് ആഡ് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ, ദാറ്റ് ഓൾസോ ഐ തിങ്ക് ഈസ് ട്രൈങ് ടു ബി യുണീക്ക് ഈച്ച് ആൻഡ് എവറി ടൈം അല്ലേ? അപ്പോൾ ഈ പ്രാവശ്യത്തെ ഒരു ലയൺ ലുക്കും എല്ലാം ഇറ്റ് റിയലി റിഫ്ലെക്ട്സ് ഹിസ് പേഴ്സണാലിറ്റി. ഒരു സിംഹം തന്നെയല്ലേ നമ്മുടെ ധോനി. അദ്ദേഹം നോക്കും 3000 താരം. അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ഓവറിൽ 36 ആണെങ്കിലും എറിയാൻ വരുന്നവനൊന്നും
പേടിക്കും. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ, ഇങ്ങനെ ധോനി ഈ വർഷം പോവുമായിരിക്കും എന്ന് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. പാറു, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് കൂൾ മാച്ച് സെന്റർ ലൈവ്. താങ്ക്സ് അലോട്ട്. ഇനി നമ്മൾ കമന്ററി ബോക്സിലേക്ക് പോകുന്നൊരു സമയമാണ്. അവിടെ റൈഫി ഗോമസ് ഉണ്ട്, VA ജഗദീഷ് ഉണ്ട്. അവിടെ ചെപ്പോക്കിന്റെ മണ്ണാണ്, ധോനിയുടെ സ്വന്തം മണ്ണാണ്, മഞ്ഞക്കുപ്പായക്കാരുടെ മണ്ണാണ്.